ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ക്രിസ്മസ് ട്രീ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് 2 ഗ്രീൻ പേപ്പർ വേണം. ഇത് ഞാൻ A4 ഷീറ്റ് വാങ്ങിച്ചതാണ് കേട്ടോ, ഒരു പാക്കറ്റായിട്ട്. ഒരു പാക്കറ്റ് 80 രൂപ മറ്റോ എന്തേ ഉള്ളൂ. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. പിന്നെ ഒരു കോമ്പസും ഒരു പെൻസിലും. ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇനി നമുക്കിതിൻ്റെ കുറച്ച് സർക്കിൾസ് കട്ട് ചെയ്തെടുക്കണം. 10 സെൻറ്റിമീറ്ററിൻ്റെ 2 സർക്കിൾ വേണം, 8 സെൻറ്റിമീറ്ററിൻ്റെ 2 സർക്കിൾ വേണം, 7 സെൻറ്റിമീറ്ററിൻ്റെ 2 സർക്കിൾ വേണം, ഫൈനലി 6 സെൻറ്റിമീറ്ററിൻ്റെ 2 സർക്കിൾ വേണം. ഇനി നമുക്കിത് രണ്ടായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. ഇനി നമുക്കിത് ഗം വെച്ചിട്ട് ഒട്ടിക്കണം. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് ഒട്ടിക്കണം. അതിനായിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് വെക്കണം. ഈ ഫോൾഡ് ചെയ്തത് തുറന്നിട്ട് ഇവിടെ ഇച്ചിരി ഗം അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ നേരെ ഇവിടെ ആയിട്ട് ഇങ്ങനെ വെക്കാം. ഇതേപോലെ എല്ലാം ഒട്ടിച്ചെടുക്കണം. ഇനി നമ്മൾ ഇത് ഓരോന്നായിട്ട് എടുത്ത് ഈ ഫോൾഡ് തുറന്നിട്ട് ഇവിടെ ഇച്ചിരി ഗം ഒട്ടിച്ച് ഇതിൻ്റെ നടുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇങ്ങനൊരു ഫൈനൽ ലുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ അകത്ത് ഒരല്പം മോഡിഫിക്കേഷൻ കൂടെ വരുത്താനാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മേലിൽ കുറച്ച് ഡെക്കറേഷൻ വർക്ക്സ് ചെയ്യാം. ഞാൻ ഇതിന് ബാക്കിലൊരു ഇങ്ങനെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ മേലിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഞാൻ കുറച്ച് തെർമോകോൾ ബോൾസ് എടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ, 10 രൂപയുള്ളൂ കേട്ടോ ഒരു പാക്കറ്റ്. ഞാനിതിവിടെ അടുത്തുള്ള ഒരു സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ഡോട്ട്സ് ആയിട്ട് ഒട്ടിച്ചു. ഇനി നമുക്ക് ഇങ്ങനൊരു ഐസ്ക്രീം സ്റ്റിക്ക്, ഇതിന് പോപ്പ് സ്റ്റിക്ക് എന്നാണ് പറയുക, ഇതിൻ്റെ ബാക്കിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് കാര്യമായി തന്നെ ഫെവിക്കോൾ ഒട്ടിക്കുക. ഇതിങ്ങനെ എടുക്കുക, ഇതിൻ്റെ ഒത്ത ബാക്കിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക.